ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വ്ളോഗ് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാട്ടോ. അത് ഇനിയെങ്കിലും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇടേണ്ടി വരൂല. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. എല്ലാ ദിവസവും നടക്കാനൊന്നും പോവാറില്ല. അന്നിപ്പോ ഒരു സൺറൈസ് ഒക്കെ കണ്ട സമയമായതുകൊണ്ട് ജസ്റ്റ് നടക്കാൻ പോവാന്ന് വെച്ചതാണ്. ഇത് നമ്മൾ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാട്ടോ. നടന്നു വന്നാൽ മതി. സംഭവം ഇതൊരു കടലാണ്, പക്ഷെ നമ്മൾ അവിടത്തെ പോലെ തിരയില്ലാന്നേ ഉള്ളൂ. നല്ല രസമാണ് അവിടെ പോയി നിന്ന് സൺറൈസ് ഒക്കെ കാണാന്. പിന്നെ രാവിലെ നീറ്റ് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം എപ്പോഴും പോവാറില്ലാന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ കിച്ചന്റെ വിൻഡോ തുറന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതിന്റെ ഇടയ്ക്ക് ആ വീഡിയോ ഒന്ന് ബ്ലറായി, അതാണ് നിങ്ങൾക്ക് കാണാത്തട്ടോ. ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇത് തുറന്നുകൊണ്ടാണോന്ന് അറിയില്ല. ഞാനിവിടെ വന്നേരം ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയധികം പക്ഷികൾ പറക്കുന്നത് കാണുന്നത് കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു ജേർണൽ സീരീസ് പോലെ. അതുകൊണ്ട് ഞാൻ ആദ്യം ബെഡ്ഷീറ്റ് വിരിക്കുക, ടേബിൾ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആദ്യം തീർത്തു വെക്കും കേട്ടോ. നമ്മളെ ചുറ്റുള്ള സ്ഥലം അത് ചെറുതാണെങ്കിൽ ക്ലീൻ ആയിട്ട് നീറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഫ്രഷ് ഫീല് തോന്നും കേട്ടോ. പിന്നെ ടേബിൾ എന്ന് പറഞ്ഞത് എനിക്ക് ആകെ ഒരു വാനിറ്റി ടേബിൾ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിന്റെ ഒരു സൈഡ് ഞാൻ എന്റെ ആർട്ടിനും ക്രാഫ്റ്റും ഒക്കെ ചെയ്യാനായിട്ടും ഒരു സൈഡ് സ്കിൻ കെയറിനും മേക്കപ്പിനും ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ സ്ഥിരമായിട്ട് ഇപ്പൊ ചെയ്യാറുള്ള സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്തത്. അത് സ്ഥിരമായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്കിൻ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്കിന്നൊരു പ്രത്യേക സ്കിന്നാണ്. ഓയിലി ആക്നി പ്രോൺ ആയിട്ടുള്ള സെൻസിറ്റീവും കൂടി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് കേട്ടോ. വളരെ നല്ലൊരു സ്കിന്നാണ്. എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അത് വർക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ മുഖത്ത് കാണാറുണ്ട്. അതിലെനിക്ക് പോസിറ്റീവായിട്ട് വർക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് ഓക്കെ ആയി എന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് അത് ഓക്കെ ആവണമെന്നില്ല. ഞാൻ ജസ്റ്റ് എന്റെ സ്കിൻ കെയർ എന്തൊക്കെയാന്നുള്ളത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്താലും എപ്പോഴും മടിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഐപാഡ് ക്ലീൻ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് അതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ടോം ആൻഡ് ജെറിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് കാണാൻ തോന്നിട്ടോ. കാര്യം നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് കണ്ടിരുന്നതാണല്ലോ. എല്ലാ ഏജിലുള്ള ആൾക്കാരും ഒരേപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി ട്ടോ. അത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാല് എന്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോം ആൻഡ് ജെറി കാണുന്ന സമയത്ത് എന്റെ ഒപ്പം ഇരുന്ന് കാണുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ടോപ്പിക് ഒന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ജേർണലിംഗ് ആണ്. ഈ ജേർണൽ ചെയ്തിട്ട് കുറച്ചായി. അതാണ് ഞാൻ വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞത്. ഈ വ്ലോഗ് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ചെയ്യുന്ന ജേർണല് നമ്മളെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 വീക്കിന് മേലെയായി ഈ ജേർണൽ ചെയ്തിട്ട്. എനിക്ക് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഇങ്ങനെ വോയിസ് കൊടുക്കുക എന്നുള്ളതാട്ടോ. പിന്നെ ജേർണലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജേർണൽ ചെയ്യാന്നുള്ളത്. ഓരോ ടൈപ്പ് ജേർണൽ ഉണ്ട്. അതിൽ നമ്മളെ ടൈപ്പ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതുപോലെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി രസമായിട്ട് തോന്നുക കേട്ടോ. എനിക്കധികം ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അതിന്റെ ഒപ്പം തന്നെ ട്രാവൽ പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മുന്നേ ട്രാവൽ പോയിട്ടുള്ള കാര്യങ്ങളും ഫോട്ടോസൊക്കെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അത് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കും. പിന്നെ ഈ ജേർണലിങ്ങിന്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് അത്. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അധികം അതിൽ ഇൻക്ലൂഡ് ചെയ്യലില്ല. സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യുന്നതും അതിൽ എഴുതുന്ന റൈറ്റിംഗ്സ് ഒക്കെ. അതിന്റെ മെയിൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ വാനിറ്റി ടേബിൾ ആണ് കേട്ടോ. ഇതിന്റെ മേലെ വെച്ചിട്ട് എഴുതാൻ രേഷം ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പിന്നെ ജേർണലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ സ്പ്രെഡ് മറിച്ച് വെക്കുന്നത് നിർബന്ധമാണ്. ഇപ്പൊ കാണിക്കുന്ന ഈ അൺബോക്സിങ്ങിന്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മാസത്തിന്റെ മേലെ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചതാട്ടോ. ഇത് ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിയതല്ല, ഓരോ സ്ഥലത്തു നിന്നായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതിൽ കാണിക്കുന്ന ആ സ്റ്റിക്കർ പിന്നെ വാങ്ങിക്കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു അത് വാങ്ങണോന്നുള്ളത്. കാര്യം അതിന് ശേഷം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ സ്റ്റിക്കറാണ്. എന്തേലും പുതിയത് വാങ്ങിച്ചാൽ അപ്പൊ എനിക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കണം. പുതിയ ഡ്രസ്സാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വാർഡ്രോബിലുള്ള എല്ലാ ഡ്രസ്സും മടക്കി വെക്കും. അങ്ങനത്തെ ചില വിയേർഡ് സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 1 മന്തിന്റെ മേലെയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് ഈ പെൻ ഹോൾഡറിൽ പെൻസൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ പെൻ ഹോൾഡർ കാണാന്. പിന്നെ ഞാനിങ്ങനെ ബുക്സ് ഒക്കെ വാങ്ങിക്കുന്നത് അധികം യൂസ് ചെയ്യുന്നതിനോണ്ടല്ല, കാണാനുള്ള രസം കൊണ്ടാണ് അധികം വാങ്ങിക്കാറ്. യൂസ് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നതല്ല കേട്ടോ. എനിക്കൊരു സ്വഭാവം ഉള്ളത്, ഞാനിങ്ങനെ നല്ല സാധനങ്ങളും കാണാൻ രസമുള്ളതൊന്നും ഉപയോഗിക്കൂല. അത് ഞാനൊരു ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും ഞാനിങ്ങനെ എടുത്തു വെക്കാണ്ട് ഉപയോഗിക്കാറുണ്ട്. കാണാനുള്ള രസം കൊണ്ടാണ് കേട്ടോ എടുത്തു വെക്കുന്നത്. ഇപ്പൊ ഉണ്ടാക്കുന്നത് ഈ ഒരു ഡേയിലെ ഫസ്റ്റ് മീലാട്ടോ. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കാര്യം എന്താ വെച്ചാല് ഓരോ ദിവസത്തെ വീഡിയോസും ഞാൻ ആ ഒരു ഡേയിൽ തന്നെയാണ് എടുക്കാറുള്ളത്. അത് എടുത്തു കഴിഞ്ഞ് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു സമയമാവും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പിന്നെ നമ്മളെ ചാനൽ എടുത്ത് നോക്കിയ സമയത്ത് ഓൾമോസ്റ്റ് 1 മന്തിന്റെ മേലെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ പിന്നെ ഇടാന്ന് വിചാരിച്ചതാണ്.
ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന്. ഇഷ്ടമായ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെണ്ടല്ലോ ഈ കുക്ക് ചെയ്ത ഫുഡില്ലേ, ഇത് കാണാൻ രസമില്ലെങ്കിലും കഴിക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.